So welcome back to Learnino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ്. ബേസിക് ആയിട്ട് എന്താണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിന്റെ സിമ്പിൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഡയോഡ് ഫോർമേഷൻ, ബേസിക് സ്ട്രക്ചർ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളൊരു സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ it's actually a PN junction with connecting leads or terminals on two sides of a PN junction. അതായത് ഒരു PN ജംഗ്ഷനിൽ നമുക്ക് രണ്ട് കണക്ടിങ് ലീഡ്സ് ഉണ്ടാവും ആൻഡ് വൺ ഇസ് ആനോഡ് ആൻഡ് ദ അതർ വൺ ഇസ് കാഥോഡ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സിമ്പൽ നോക്കിക്കോളൂ, ഇതാണ് ഒരു ഡയോഡിന്റെ സിമ്പൽ. സോ ദിസ് ഇസ് ആനോഡ് ആൻഡ് ദിസ് ഇസ് കാഥോഡ്. ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ദ പോസിറ്റീവ് ടെർമിനൽ ഈസ് നോൺ ആസ് ആനോഡ് ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ഈസ് നോൺ ആസ് കാഥോഡ്. ഓക്കെ, ഇനി ഡയോഡിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് രണ്ട് ടെർമിനൽസ് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ എങ്ങനെയാ ഡയോഡിന്റെ ആനോഡും കാഥോഡും അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഈ റിംഗ് വരുന്ന സൈഡ് ആണ് നെഗറ്റീവ് ടെർമിനൽ, ദാറ്റ് ഈസ് കാഥോഡ്. മറ്റേ എന്താണ് ആനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് പി എൻ ജംഗ്ഷന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് നോക്കാം. അപ്പൊ ആക്ച്വലി പി എൻ ജംഗ്ഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ മോണോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലാണ്. അതിൽ നമ്മൾ ഈ ഡോണറും അതേപോലെ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റീസും കൺട്രോൾഡ് മാനറിൽ കെയർഫുള്ളി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമുക്ക് മൊബൈൽ ആയിട്ടുള്ള ഹോൾസും അതേപോലെ തന്നെ സെയിം നമ്പർ ഓഫ് ഫിക്സഡ് ആക്സെപ്റ്റർ നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും. അതേപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലോ മൊബൈൽ ഇലക്ട്രോൺസും അതേപോലെ അത്ര തന്നെ ഫിക്സഡ് ഡോണർ പോസിറ്റീവ് അയോൺസും ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ, എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പി ടൈപ്പും അതേപോലെ എൻ ടൈപ്പ് റീജിയൻസും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം പി സൈഡിൽ അല്ലെങ്കിൽ പി സൈഡിൽ നമ്മൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ പി സൈഡിൽ നമുക്ക് ഹോൾസും മെജോറിറ്റി ആയിട്ട് ഹോൾസും എൻ സൈഡിൽ മെജോറിറ്റി ആയിട്ട് ഏതാണ് ഇലക്ട്രോൺസും ആണ് ഉണ്ടാവുക. അപ്പൊ ഇനി ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പി റീജിയൻ കാണിച്ചിട്ടുണ്ട്, എൻ റീജിയൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പി റീജിയനിൽ നമുക്ക് ഹോൾസ് അതേപോലെ ആക്സെപ്റ്റർ അയോൺസ്, ഇനി എൻ റീജിയനിൽ ഇലക്ട്രോൺസും അതേപോലെ തന്നെ ഡോണർ അയോൺസും. അപ്പൊ ഈ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡിഫ്യൂഷൻ. നോക്കിക്കോളൂ, ഓൺ ദ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ സം ഓഫ് ദ ഹോൾസ് ഫ്രം പി സൈഡ് tends to diffuse to n side and some of the electrons from n side diffuse to p side. അതായത് പി സൈഡിൽ നിന്നുള്ള ഹോൾസ് എൻ സൈഡിലേക്കും എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് പി സൈഡിലേക്കും ഡിഫ്യൂസ് ചെയ്യും. അത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഡെൻസിറ്റി ഗ്രാഡിയന്റ്, അതായത് കോൺസെൻട്രേഷനിലുള്ള ഡിഫറൻസ് കാരണം. നമുക്കറിയാം പി സൈഡിലെ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ, എൻ സൈഡിലെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ, അല്ലെ? അപ്പൊ ആ ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് വരുന്നത് കാരണം പി സൈഡിൽ നിന്നുള്ള ഹോൾസ് എൻ സൈഡിലേക്കും എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് പി സൈഡിലേക്കും പോകുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഈ ജംഗ്ഷനിൽ ഈ ആക്സെപ്റ്റർ അയോൺസ്, അതായത് പി സൈഡിൽ നിന്നും ഹോൾസ് എൻ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് പി സൈഡിലേക്ക് മൂവ് ചെയ്ത് റീകോമ്പൈൻ ചെയ്യുമ്പോൾ ഈ ജംഗ്ഷനിൽ നമുക്ക് അയോൺസ് ഉണ്ടാവും. ഓക്കെ, പി സൈഡില് ആക്സെപ്റ്റർ അയോൺസും അതായത് നെഗറ്റീവ് അയോൺസും എൻ സൈഡില് പോസിറ്റീവ് അയോൺസും അതായത് ഡോണർ അയോൺസ് കൂടെ ഫോം ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്പിയർ അക്രോസ് ദിസ് ജംഗ്ഷൻ ആൻഡ് ദ ചാർജ് കാരിയേഴ്സ് ക്രിയേറ്റ് എ ബാരിയർ പൊട്ടൻഷ്യൽ അറ്റ് ദ ജംഗ്ഷൻ. അങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ റീജിയൻ അറൌണ്ട് ദ ജംഗ്ഷൻ ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. അപ്പൊ ഇത് അയണൈസ്ഡ് ആയിരിക്കും. ഇവിടെ ഫ്രീ ആയിട്ടുള്ള മൊബൈൽ ആയിട്ടുള്ള ഹോൾസ് ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. As the region around the junction is depleted of mobile charges, it is called as depletion region. അതായത് ഈ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റീജിയനിൽ മൊബൈൽ ആയിട്ടുള്ള ചാർജസ് ഉണ്ടാവില്ല. ഓക്കെ, ഈ അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതിനെ നമ്മൾ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരു
പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ ആ ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ ഈ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിൽ പറഞ്ഞത്. ഓക്കെ, ഇത് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമ്മൾ ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് അതിനെ ബയസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബേസിക് ആയിട്ട് ആ ഒരു എങ്ങനെയാണ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.